ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ക്യാപ്സിക്കവും മല്ലിച്ചപ്പും എടുത്ത് കഴുകി വെച്ചിട്ടോ. പിന്നെ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മാഗി ക്യൂബ് ഇതൊക്കെ എടുത്തു വെച്ചു. പിന്നെ നേരത്തെ കാണിച്ച ക്യാപ്സിക്കവും മല്ലിച്ചപ്പും മുറിച്ചിട്ട് ലേശം സൺഫ്ലവർ ഓയിൽ വേറെ മാറ്റി വെച്ച് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ചിക്കൻ കഴുകി അതിലേക്കുള്ള മാഗ്നേറ്റ് ചെയ്യേണ്ട മസാല റെഡിയാക്കുന്ന കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ലേശം ഉപ്പും ലേശം സിറുക്കി ഒഴിച്ചെടുത്താൽ നമ്മളെ മാഗ്നേറ്റ് സെറ്റ്. പിന്നെ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വേണേ ചേർത്ത് കൊടുക്കുക, ഇല്ലേ വേണ്ട. അങ്ങനെയൊക്കെ നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നമ്മളെ മാഗ്നേറ്റ് സെറ്റായി. നമ്മൾ പിറ്റേ ദിവസം കേട്ടോ മന്തി ഉണ്ടാക്കുന്നത്. മന്തി മസാല മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്താൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് പിന്നെ നമ്മളെ മന്തി മസാലയിലേക്ക് കിടക്കാം കേട്ടോ. നേരത്തെ എടുത്തു വെച്ച എല്ലാ പൊടികളും നമ്മളെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി അതിലേക്ക് ഇനി മാഗി ക്യൂബ് ഗ്രൈൻഡ് ചെയ്ത് പൊടിയാക്കിയിട്ട് ആ ക്യൂബായിട്ട് ഇടുമ്പോൾ പിന്നെ അലിയില്ലാന്ന് ചോദിച്ച് പൊടിയാക്കിയിട്ട് പിന്നെ നേരത്തെ മുറിച്ച് വെച്ച ക്യാപ്സിക്കവും മല്ലിച്ചപ്പും ഇട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തു കേട്ടോ. ചിക്കനും ഇട്ട് ലേശം ഒലീവ് ഓയിൽ അല്ലെ സൺഫ്ലവർ ആയിരിക്കും നല്ലത്, കാരണം സൺഫ്ലവറിൻ്റെ ഓയിലിൻ്റെ രുചി നല്ല ഉണ്ടാവും. നേരത്തെ ചിക്കനും ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ആ കൈയിൻ്റെ ടേസ്റ്റും കൂടെ നമ്മൾ അറിയണം. കൈയിൻ്റെ ടേസ്റ്റും കൂടി അറിഞ്ഞാൽ അതിന് രസം ഉണ്ടാവും. പിന്നെ നമ്മൾ റൈസ് കുക്കറിലാട്ടോ വെക്കുന്നത്. അതിൽ ഇതാക്കി വെച്ചാൽ രാവിലത്തേക്ക് നല്ല ഉണ്ടാവും. ജസ്റ്റ് അതിൽ വെച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ രാവിലെ എണീച്ചിട്ട് മന്തിൻ്റെ അരി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അരിയെല്ലാം കഴുകി ഒരു പാനിലേക്ക് ഉണക്ക നാരങ്ങ, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് വെച്ച് പിന്നെ അരി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി. അരി പിന്നെ വന്ന് പിന്നെ റൈസ് കുക്കറിൽ ആദ്യം മസാല ഇട്ട് പിന്നെ അരി ഇട്ട് 2-3 പച്ചമുളകെല്ലാം കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. ആ നേരം കൊണ്ട് അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇന്നലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് പൊരിക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലെടുത്ത് അതിലേക്ക് ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ പൊരിച്ചായിട്ടോ. അടുത്ത നമ്മൾ മന്തിയിലേക്ക് പിന്നെയും കിടക്കുകയാണ്. ഇപ്പം പൊരിച്ച ചിക്കനും അതിൻ്റെ നെയ്യെല്ലാം ഈ മന്തിൻ്റെ മുകളിൽ ഇങ്ങനെ ലേശം പാർന്ന് കൊടുക്കൂലേ, അതൊരു ഇതാവേ. പിന്നെ മയോണൈസിലേക്ക് കിടക്കാം കേട്ടോ. മയോണൈസിന് വേണ്ടിയിട്ട് 2 മുട്ട, ലേശം വെളുത്തുള്ളി, ഉപ്പ്, സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തത്. എല്ലാത്തിലും സൺഫ്ലവർ ഓയിൽ ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് സൺഫ്ലവർ ഓയിലാട്ടോ. പിന്നെ ലേശം സിർക്കയും കൂടി വെച്ചിട്ട് മയോണൈസ് റെഡിയാക്കണം. ഉമ്മ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറയാനുള്ളൂ. ഉമ്മയെല്ലാം ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഇവിടെ റെഡി ആവാനായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട, അല്ലാണ്ട് എല്ലാം കൂടി ഒപ്പം ഒഴിച്ച് എന്തോ പോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഗൈസ്. മയോണൈസ് സെറ്റായി. അന്നേരം കൊണ്ട് നമ്മൾ മന്തി സെറ്റായിട്ടോ. പിന്നെ മന്തി കണ്ടാൽ തിന്നാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം തന്നെ തിന്നാനുള്ള പൂതിയാണോ. അപ്പം തന്നെ എടുത്ത് മന്തി കഴിച്ച് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്